കെ സുധാകരന് പകരം ആര്? 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട ചോദ്യമായിരുന്നു അത്. സുധാകരന് പകരം ആരായിരിക്കും ആ മത്സരാർത്ഥിയെന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അതിന് ഉത്തരമുണ്ടായിരുന്നില്ല. അതായത് സുധാകരനോളം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 2019 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ മത്സരിച്ചു. അതായത് കണ്ണൂര് ശ്രീമതിക്ക് എതിരാളിയായി സുധാകരൻ തന്നെ മത്സരിച്ചു. 94,559 വോട്ടുകൾ നേടി അദ്ദേഹം വിജയിച്ചു. അതേ ചോദ്യം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. സുധാകരന് പകരം ആരാണ് മത്സരിക്കുക? യഥാർത്ഥത്തിൽ ഇവിടെയും കുഴങ്ങുക തന്നെയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ ഇപ്പോൾ തീരുമാനം തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡിൽ നിന്നും സമ്മർദ്ദം വീണ്ടും മുറുകുകയാണെങ്കിൽ അദ്ദേഹം തന്നെ മത്സരിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള KPCC പദവിയും അതുപോലെ തന്നെ താനിനി വിജയിക്കുകയാണെങ്കിൽ കിട്ടാനിരിക്കുന്ന MP പദവിയും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നാണ് സുധാകരന്റെ ആവശ്യം. അത് ഹൈക്കമാൻഡ് സമ്മതിക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ സമ്മതിക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. കാരണം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ സുധാകരനോളം തലപ്പൊക്കമുള്ള മറ്റൊരു നേതാവിനെയും കണ്ണൂരിൽ നിർത്താനില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ അഥവാ UDFന്റെ വിജയ സാധ്യതകളിലേക്ക് കടന്നു ചെല്ലും മുൻപ് കോൺഗ്രസിന് പരാജയം സംഭവിക്കുകയാണെങ്കിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അതായത് UDFനെ സംബന്ധിച്ചിടത്തോളം 19 സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചു. ഇനി 2024 തെരഞ്ഞെടുപ്പിൽ 19 സീറ്റുകൾ സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും 15ഓളം സീറ്റുകളെങ്കിലും നേടുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ അജണ്ട. അതല്ലെങ്കിൽ വലിയ അഭിമാന പ്രശ്നമായി പോകും. ഇനി 15ഓളം സീറ്റ് നേടാൻ സാധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും കോൺഗ്രസിന്റെ ഭാവി? ഇനി അതുപോലെ തന്നെ സുധാകരന് വിചാരിച്ചത്ര വിജയം സ്വന്തമാക്കാൻ സാധിക്കില്ലെങ്കിൽ എന്തായിരിക്കാം സുധാകരന്റെയും അവസ്ഥ? യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സീറ്റ് 15 സീറ്റുകളിൽ നിന്ന് താഴെ പോവുകയും സുധാകരന് വിജയിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് വരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ നിന്നും സുധാകരന് 2 പദവികൾ നഷ്ടമാകും. KPCC പ്രസിഡന്റ് എന്ന പദവിയും അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ മത്സരിക്കുന്ന MP എന്ന പദവിയും. രണ്ടാമത്തേത് പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവും ഇതിന് സമാധാനം പറയേണ്ടി വരും. ഇത് പ്രത്യേകിച്ചും വരുന്നത് കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടി ആയതുകൊണ്ട് തന്നെയാണ്. കാരണം വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ട് പോലും സർക്കാരിന് മുകളിൽ വോട്ട് പിടിക്കാൻ UDFന് സാധിച്ചില്ലെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ കനത്ത തോൽവിയായി തന്നെയായിരിക്കും വിലയിരുത്തപ്പെടുക. പ്രത്യേകിച്ചും കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് പോലും വിമർശനങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷ നേതാവിനെയും കൂടുതൽ അലട്ടും. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സുധാകരനെയും അലട്ടും. ഇനി എന്തായിരിക്കാം കോൺഗ്രസിന്റെ വിജയ സാധ്യത എന്നുണ്ട്. 2014 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയ സാധ്യത എന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മോദി വിരുദ്ധത തന്നെയായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണം എന്നുള്ള വലിയൊരു പ്രതീക്ഷ കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും വലിയ ഒരു ഘടകം തന്നെയായിരുന്നു. ഈ സാഹചര്യത്തിൽ സംഘപരിവാറിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത, അതേസമയം തന്നെ സംസ്ഥാന സർക്കാരിനോട്, അതായത് ഇടതുപക്ഷത്തിനോട് വലിയ രീതിയിൽ അതൃപ്തിയുമുള്ള ജനങ്ങൾ വോട്ട് ചെയ്തത് അഥവാ ആശ്രയിച്ചത് അന്ന് UDFനെയായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് ശേഖരണം UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. മാത്രമല്ല മോദിയോടുള്ള വിരുദ്ധതയും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നുള്ള ഒരു ആഗ്രഹവും കോൺഗ്രസിലേക്കുള്ള ആ വോട്ടിന്റെ തോത് അല്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ 2019 കോൺഗ്രസിന് ഇത്ര വലിയ ഒരു മേൽക്കൈ നേടാൻ സഹായിച്ചത്. എന്നാൽ 2024 വരികയാണെങ്കിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ സാഹചര്യത്തിൽ ഒരുപാട് ഭരണവിരുദ്ധ വികാരങ്ങളുണ്ട്. കോൺഗ്രസിനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരുപാട് അന്തരീക്ഷവും കേരളത്തിലുണ്ട്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ രീതിയിൽ അത് മുതലെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആദ്യം മുതലേ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അതേ സമയത്ത് തന്നെയാണ് കേരളീയവും അതുപോലെ തന്നെ നവകേരള സദസ്സ് യാത്രയും കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. നവകേരള സദസ്സ് യാത്രയെക്കുറിച്ചാണെങ്കിലും കേരളീയം പരിപാടിയെക്കുറിച്ചാണെങ്കിലും പ്രതിപക്ഷം ആരോപിച്ചിരുന്നത് ധൂർത്ത് എന്നാണ്. ഈ ധൂർത്ത് എന്നുള്ളൊരു വാക്ക് ഇപ്പോഴും അന്തരീക്ഷത്തിലുണ്ട്. പക്ഷേ അതിനെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാനുള്ള ഒരു കഴിവ് പ്രതിപക്ഷത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ മുതലെടുക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അതിനെ വോട്ടാക്കി മാറ്റാൻ പാകത്തിലുള്ള വലിയൊരു ജനസദസ്സ് സംഘടിപ്പിക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ആ ഒരു കാര്യത്തിൽ പ്രതിപക്ഷം അമ്പെ പരാജയപ്പെട്ടു പോയി എന്ന് തന്നെ പറയേണ്ടി വരും.
എന്നാൽ അതിനുശേഷം നവകേരള സദസ്സിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളും സംഘർഷങ്ങളെല്ലാം തന്നെ തുടർന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും CPM പ്രവർത്തകരും എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം എല്ലാം തന്നെ പ്രചരിച്ചതാണ്. എന്നാൽ ഇതിലും വ്യക്തമായ ഒരു നിലപാടെടുക്കാനോ ഇതിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിഷേധിക്കാനോ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും തിരിച്ചടിക്കും എന്ന് പറയുന്നതല്ലാതെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമോ വലിയ രീതിയിലുള്ള ഒരു ശ്രമങ്ങളൊന്നും തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നവകേരള സദസ്സ് നവംബർ മാസത്തിൽ അവസാനിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു പ്രകടനം തന്നെ ഉണ്ടായത്. അതും യഥാർത്ഥത്തിൽ ചീറ്റിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. ആ പരിപാടി തുടങ്ങിയ അതേ സമയത്ത് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കണ്ണീർവാതക പ്രയോഗത്തിലെല്ലാം തന്നെ ആ പരിപാടി ആകെ കുഴഞ്ഞു മറിഞ്ഞു പോവുകയായിരുന്നു. അതായത് ആ പരിപാടിയിലും യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി കുറച്ചുകൂടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കേന്ദ്രത്തിനെതിരെയാണ് കേരളം എപ്പോഴും ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ആ ആരോപണങ്ങൾ ഉന്നയിച്ച സമയത്ത് സംയുക്തമായിക്കൊണ്ട് ഒരു പ്രക്ഷോഭത്തിന് അതായത് കേരള സർക്കാർ തയ്യാറാണെന്ന് പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അതിന് സമ്മതമാണെന്ന് ഉള്ള ഒരു അഭിപ്രായം ആദ്യമേ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം ആ ഒരു യോഗത്തിന് ശേഷം UDF ആ തീരുമാനത്തിൽ നിന്നെല്ലാം തന്നെ പിന്മാറുന്ന സാഹചര്യമായിരുന്നു. മാത്രമല്ല ആ പരിപാടി ഡൽഹിയിലെത്തിയപ്പോൾ ഡൽഹിയിലെ ജന്തർ മന്ദിറിലെത്തി വലിയ രീതിയിൽ ആ പരിപാടി വിജയിച്ച സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം തന്നെ കൂടെ നിന്ന സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയും DMK പാർട്ടിയും കർണാടകയിലെ കോൺഗ്രസ് പാർട്ടിയും മല്ലികാർജ്ജുൻ ഖാർഗെ പോലും സമാജ്വാദി പാർട്ടിയും എല്ലാവരും തന്നെ കേരള സർക്കാരിന്റെ കൂടെ നിന്നപ്പോൾ CPM നയിച്ച ഈ വലിയൊരു പ്രക്ഷോഭത്തിന്റെ കൂടെ നിന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് മാത്രം ഒറ്റപ്പെട്ടുപോയി. അവിടെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പരാജയം തന്നെയായിരുന്നു. മാത്രമല്ല ഈ അയോധ്യ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും അതിന് സാധിച്ചിട്ടില്ല. അയോധ്യ വിഷയം പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് പോലും ലീഗ് MP മാർ ഇറങ്ങിപ്പോയ സമയത്ത് പോലും കോൺഗ്രസിന്റെ ഭാഗത്തൊന്നും ശക്തമായ പിന്തുണ നൽകാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് യാതൊരു അക്ഷരവും മിണ്ടാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഗ്യാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ലീഗിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണമുണ്ടായ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ അതായത് കോൺഗ്രസിന് അതെല്ലാം തന്നെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ നയതന്ത്രപരമായിട്ട് അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ വോട്ടാക്കി മാറ്റാനുള്ള തരത്തിലൊന്നും തന്നെ പെരുമാറാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ തകർച്ചയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണി വലിയൊരു പ്രതീക്ഷയോടുകൂടി കടന്നു വന്നിട്ട് ഇന്ത്യ മുന്നണി ഇത്ര വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായി പോയ സാഹചര്യത്തിൽ കോൺഗ്രസ് എന്ന പാർട്ടിയിന്മേലുള്ള വിശ്വാസവും അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇന്ത്യ മുന്നണി എന്ന പാർട്ടിയെ നയിച്ചിരുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി വർത്തിച്ചിരുന്നത് അത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ദേശീയ സാഹചര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സംസ്ഥാന സാഹചര്യത്തെ മാത്രം വിലയിരുത്തി കഴിഞ്ഞാലും ഈ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ക്ഷീണങ്ങളെല്ലാം തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഇതിനെല്ലാം പുറമെയാണ് കോൺഗ്രസിന് ഉള്ളിലെ അതായത് UDF-നുള്ളിലെ ഈ പടലപ്പിണക്കങ്ങളും സീറ്റിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും എല്ലാം തന്നെ വരുന്നത്. ഈ സാഹചര്യമെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെല്ലാം തന്നെ മറികടന്നുകൊണ്ട് വേണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ വിജയത്തിലേക്ക് എത്താനായിട്ട്. മാത്രമല്ല ന്യൂനപക്ഷ മുസ്ലിങ്ങളുടെ വോട്ടുകളാണെങ്കിലും സവർണ നായർ സമുദായങ്ങളുടെ വോട്ടുകളാണെങ്കിലും ഇത്തവണ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുമോ എന്നുള്ളൊരു സംശയം കൂടി ഉയർന്നു വരുന്നുണ്ട്. കാരണം സവർണ നായർ വോട്ടുകളെല്ലാം തന്നെ ഈ സാഹചര്യത്തിൽ ഒരു ഹൈന്ദവ വിശ്വാസം എന്നുള്ള ഒരു അജണ്ട BJP ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് BJP-യിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു ന്യൂനപക്ഷ വോട്ടുകളാണെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്നും വ്യതിചലിച്ചു പോകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ളതാണ്. എല്ലാ സാഹചര്യത്തെയും മറികടന്നുകൊണ്ട് കോൺഗ്രസ് വിജയത്തിലേക്ക് എത്തുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം തന്നെയാണ്. K. സുധാകരനാണെങ്കിലും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ VD സതീശനാണെങ്കിലും സ്വന്തം കസേര പോലും നോക്കാതെ തെറിക്കാതെ നോക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന MP സീറ്റ് അല്ലെങ്കിൽ പോലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള KPCC അധ്യക്ഷൻ എന്ന പദവി പോലും നഷ്ടമായേക്കാവുന്ന നിലയിലേക്കാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്.